ഡോക്ടറെ കാണിക്കുമ്പോൾ അവന് ക്യാൻസർ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു വലിയ തുക വേണം, പല സ്ഥലത്തും കാണിച്ച് എല്ലാവരും വലിയൊരു തുകയാണ് ചോദിക്കുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും എന്നെ കൈ ഒഴിയൽ എൻ്റെ മോനെ നടക്കാൻ കയ്യിലുള്ളത് തന്ന് സഹായിക്കണം. ശരിക്കും നല്ല എമൗണ്ട് എന്ന് പറയുമ്പോൾ ലക്ഷങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സഹോദരൻ അജേഷിനെ നമുക്ക് രക്ഷപ്പെടുത്തുവാൻ കഴിയൂ. അതുകൊണ്ട് കൃത്യമായും അങ്ങനെ ജനങ്ങൾ മുന്നോട്ട് വരണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ക്യാൻസർ രോഗബാധയേറ്റ യുവാവ് ചികിത്സാ സഹായം തേടുന്നു. വർക്കല വട്ടപ്ലാമൂട് സ്വദേശി അജേഷാണ് ഗുരുതരമായ ക്യാൻസർ രോഗബാധയേറ്റ് ചികിത്സയിൽ കഴിയുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിലും കുടുംബത്തിന്റെ പരിമിത സാഹചര്യം കണക്കിലെടുത്ത ഡോക്ടർമാർ മറ്റ് ആശുപത്രികളിലേക്ക് പോകാൻ നിർദ്ദേശം നൽകിയതായി ബന്ധുക്കൾ പറയുന്നു. എന്നാൽ വലിയ ആശുപത്രികളിൽ ചികിത്സ തേടുവാനുള്ള ചിലവ് ഈ കുടുംബത്തിന് താങ്ങാനാവുന്നതിലും അപ്പുറമാണെന്ന് വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവർ സാക്ഷ്യപ്പെടുത്തുന്നു. ഞാൻ ചെമ്മരുതി ഗ്രാമപഞ്ചായത്തിൻ്റെ 15-ാം വാർഡ് മെമ്പറും വൈസ് പ്രസിഡൻറ്റുമാണ്. എൻ്റെ വാർഡിൻ്റെ സമീപം എന്ന് പറഞ്ഞാൽ 16-ാം വാർഡിലാണ് അജേഷ് താമസിക്കുന്നത്. അനിയുടെയും പുഷ്പയുടെയും മകനാണ്. 24 വയസ്സുണ്ട്. എനിക്ക് ഈ സംഭവം അറിയാൻ കഴിഞ്ഞത് ഒരു വർഷത്തിന് മുമ്പ് അനീഷിന് ചെറിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് പല ഹോസ്പിറ്റലിലും ഇങ്ങനെ പോകുന്നുണ്ടോ എന്ന് അറിഞ്ഞ് അങ്ങനെ ഒത്തിരിയും ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നതിന് ശേഷം അനീഷിന് കാലിന് നല്ല വേദനയും ചില സമയങ്ങളിൽ നല്ല തണുപ്പ് ബാധിക്കുമ്പോൾ അത് ഒരു എർത്ത് മാതിരി സംഭവിക്കുന്ന രീതിയിലേക്ക് അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുമാത്രമല്ല അതിനുശേഷം പല ഹോസ്പിറ്റലിലും കൊണ്ടുപോയി അവസാന നിമിഷത്തിൽ ഇതിൻ്റെ വേദന കൂടിക്കൂടി വരുന്ന സമയങ്ങളിൽ എന്താണ് അസുഖം എന്നറിയാതെ രക്ഷിതാക്കൾ ഇങ്ങനെ അമ്പരം നിൽക്കുന്ന സമയത്താണ് വേറെ വ്യത്യസ്തമായി ഇവരുടെ ഹോമിയോ ഡോക്ടറെ കണ്ടിരുന്നു എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ആയുർവേദ ഡോക്ടറെ കണ്ടു. വീണ്ടും അവർ അലോപ്പതിയിലേക്ക് പോകുന്നതിന് വേണ്ടി അവർ നമ്മുടെ ട്രിവാൻഡ്രം RCCയിൽ പോയി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. RCC പോയി ചെന്ന് ഡോക്ടറെ കണ്ടതിന് ശേഷം ഡോക്ടർ ഒട്ടനവധി ടെസ്റ്റുകൾ എഴുതി കൊടുത്ത് ആ ടെസ്റ്റുകളൊക്കെ നല്ലതുപോലെ പരിശോധിച്ചതിന് ശേഷം ആണ് അവർക്ക് രോഗം എന്താണെന്ന് മനസ്സിലാവുന്നത്. ആ ഡോക്ടർ രക്ഷകർത്താക്കളോട് പറഞ്ഞ് കഴിഞ്ഞ ഈ മാസം 2014 ഏപ്രിൽ 6-ാം തീയതി പോകുമ്പോഴാണ് പറയുന്നത് മകന് ക്യാൻസറാണ് എന്നാണ് ഇങ്ങനെ സൂചിപ്പിക്കപ്പെട്ടത്. അതോടുകൂടി പാവപ്പെട്ട അച്ഛനും അമ്മയും തകർന്ന നിലയിലാണ്. അവനെ സംരക്ഷിക്കാൻ ആരും തന്നെ ഇല്ല. അവർ കൂലിവേലക്കാരാണ്. വളരെ ജീവിതം എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്, നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും അന്വേഷിക്കുമ്പോൾ ശരിക്കും നമ്മളെ ഇവിടം കൊണ്ടൊന്നും തീരുന്ന ഒരു അവസ്ഥയല്ല. ശരിക്കും നല്ല എമൗണ്ട് എന്ന് പറയുമ്പോൾ ലക്ഷങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സഹോദരൻ അജേഷിനെ നമുക്ക് രക്ഷപ്പെടുത്തുവാൻ കഴിയൂ. അതുകൊണ്ട് ഇനി നമ്മുടെ മദ്രാസ് അപ്പോളോ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഒരു തീരുമാനം നമ്മുടെ ഈ വാർഡിലെ ജനങ്ങളും അതുപോലെ തന്നെ മറ്റ് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ നിൽക്കുന്ന പൊതുപ്രവർത്തകരും മെമ്പർമാരും എല്ലാവരും നാട്ടുകാരും എല്ലാവരും കൂടി പൈസകൾ ശേഖരിച്ച് സംഭാവനകൾ സ്വീകരിച്ച് അജേഷിനെ രക്ഷപ്പെടുത്താനുള്ള ഒരു മാർഗം നമ്മൾ നോക്കുന്നുണ്ട്. എന്നാലും നമുക്ക് എത്ര ലക്ഷം രൂപ വേണമെന്ന് നമുക്കിപ്പോഴൊന്നും പറയാൻ കഴിയത്തില്ല. എങ്കിലും അജേഷിന് ലക്ഷങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അജേഷിൻ്റെ അസുഖം ഭേദമാക്കാൻ കഴിയത്തുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അജേഷിൻ്റെ അസുഖം ഭേദമാവുന്നതിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സഹകരിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസത്തോടുകൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രദേശവാസികളും സുഹൃത്തുക്കളും ചേർന്നെത്തിക്കുന്ന സഹായമാണ് ഇപ്പോൾ ഈ കുടുംബത്തിന് ഏക ആശ്വാസമായുള്ളത്. ഭാര്യയും 4 മാസം പ്രായമായ പെൺകുഞ്ഞുമടങ്ങുന്ന കുടുംബമാണ് അജേഷ് രോഗബാധിതനായതോടെ ആശ്രയമറ്റ നിലയിൽ തുടരുന്നത്. ആറ്റിങ്ങലിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരവേ ജോലിക്കിടയിൽ കാലിനേറ്റ ക്ഷതത്തെ തുടർന്നാണ് ആദ്യമായി ചികിത്സയ്ക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ശേഷം ബുദ്ധിമുട്ടുണ്ടായതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയും ശസ്ത്രക്രിയയ്ക്ക് വിധേയമാവുകയും ചെയ്തിരുന്നു. കാലിൽ അതേ ഭാഗത്തുണ്ടായ ബുദ്ധിമുട്ടുകൾ പിന്നീട് മാംസവളർച്ചയായി മാറിയെന്നും ബന്ധുക്കൾ പറയുന്നു. വിദഗ്ധ പരിശോധനകൾക്കൊടുവിൽ ക്യാൻസർ എന്ന സ്ഥിരീകരണത്തെ തുടർന്ന് RCCയിൽ പ്രവേശിപ്പിച്ചു. കാൽ മുറിച്ചു മാറ്റണമെന്ന ഡോക്ടർമാരുടെ നിർദ്ദേശത്തെ തുടർന്ന് മറ്റു വഴികൾ തേടി എറണാകുളത്തേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി പോയെങ്കിലും ചിലവുകൾ താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നുവെന്നും ഇവർ പറയുന്നു. ഡോക്ടറെ കാണിക്കുമ്പോൾ അവന് ക്യാൻസർ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു വലിയ തുക വേണം, പല സ്ഥലത്തും കാണിച്ച് എല്ലാവരും വലിയൊരു തുകയാണ് ചോദിക്കുന്നത്. ഇനിയിപ്പം നാളെ ഇന്ന് 5 മണിക്ക് അവനെ കൊണ്ടുപോവുകയാണ്. ചെന്നൈയിൽ ഏതോ ഒരു ഡോക്ടറെ കാണിക്കാനാണ് കൊണ്ടുപോകണം. എല്ലാവരും കയ്യിൽ കഴിയുന്നതിന് സഹായിക്കണം. കാലിൽ
എത്ര വയസ്സുണ്ട് ഈ മോന്? 23 വയസ്സ് കഴിഞ്ഞ് 24ാമത്തെ ആവാൻ പോണ്. പേരെന്താണ് പറയുക? അജേഷ്. ഇത് വലത്തെ കാലിനല്ലേ? ഓ, ഇതെങ്ങനെയാണ് ആദ്യമേ അറിഞ്ഞത് നിങ്ങൾ? അവന് കാലിലൊരു വേദനയായിരുന്നു. നമ്മൾ പല സ്ഥലത്തും കൊണ്ടുപോയി. ഇപ്പോൾ കഴിഞ്ഞ ഏപ്രിൽ 6-ാം തീയതിയാണ് RCC കൊണ്ടുചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടർമാരാണ് പറയുന്നത് ഇവനിതാണ്. പക്ഷെ അവൻ്റെ കാല് അവരെന്നോട് ഒരു ഇതും കാണിക്കാതെ നമ്മളോട് അവന് കാല് മുറിക്കണമെന്നാണ് പറയുന്നത്. പറഞ്ഞ അന്നോട്ട് എൻ്റെ ആ ശരീരത്തോളം വിറയൽ ഇതുവരെ മാറിയിട്ടില്ല. എന്നിട്ട് അവൻ്റെ അച്ഛനും ഞാനും ചോദിച്ചു, വേറെ എന്തെങ്കിലും ഒരു മാർക്കം ചെയ്ത് അവൻ്റെ ഇത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റൂലേ എന്ന് ചോദിച്ചപ്പോൾ അവർ പറ്റില്ല, അവന് ഭയങ്കര ഇതായിട്ടൊക്കെ എന്തൊക്കെ സംഭവിക്കുമെന്നാണ് പറയുന്നത്. 23 വയസ്സ് മാത്രം പ്രായമുള്ള അജീഷ് തന്റെ രോഗബാധയേറ്റ് കാല് മുറിച്ചു മാറ്റണമെന്ന ഡോക്ടർമാരുടെ നിർദ്ദേശം ഉൾക്കൊള്ളാൻ കഴിയാത്ത മാനസികാവസ്ഥയിലാണെന്നും മാതാവ് പറയുന്നു. ആരോഗ്യം വീണ്ടെടുക്കാൻ വിദഗ്ധ ചികിത്സ തേടണമെങ്കിൽ സുമനസ്സുകളുടെ സഹായം ഈ കുടുംബത്തിന് ആവശ്യമാണ്. തന്റെ അവസ്ഥ അറിയുന്നവർ കൈവിടില്ല എന്ന പ്രതീക്ഷയിലാണ് അജീഷ് ഇപ്പോൾ. വിസ്മയ ന്യൂസ്, വർക്കല.